നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഗ്രൂപ്പുകളുടെ വിശകലനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാന 4 ഗ്രൂപ്പുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഗ്രൂപ്പ് ഐ മുതൽ എൽ വരെയുള്ള ടീമുകൾ, ആ ഗ്രൂപ്പുകളിലെ ടീമുകൾ, അവരുടെ സാധ്യതകളൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എനിക്കിപ്പം ജയേഷ് പൂക്കോട്ടുണ്ട്, MSKയും ചേരുകയാണ്. ജയേഷിലേക്ക് ആദ്യം നമുക്ക് ഗ്രൂപ്പ് ഐയിലെ ടീമുകളെ നോക്കാം. ജയേഷ്, ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്, നോർവേ. തീർച്ചയായിട്ടും അവിടെ കൃത്യമായിട്ട് എഡ്ജുള്ളൊരു ടീമുണ്ട്, പോരാളികളായിട്ടുള്ള 2 ടീമുകളുണ്ട്, ഒപ്പം താരതമ്യേന ദുർബലരായിട്ടുള്ള ഒരു ടീം. അത് ഗ്രൂപ്പിലെ ഹതഭാഗ്യരെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ അവർ അട്ടിമറിക്കുള്ള സാധ്യതയൊന്നും നമ്മൾ കാണുന്നില്ല ഇറാഖ് ആയതുകൊണ്ട്. നേരെ മറിച്ച് മറ്റ് രാജ്യങ്ങളിലെ ടീമുകളെ പോലെ അല്ല. ഫ്രാൻസിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം തുടർച്ചയായിട്ടുള്ള 3ാം ഫൈനൽ തന്നെയായിരിക്കും. ഈ ലോകകപ്പ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ടീം കൂടിയാണ്. കിലിയൻ എംബാപ്പെ ഇത്തവണയും മുന്നിൽ നിന്ന് നയിക്കാനുണ്ടാകും. അപ്പം അദ്ദേഹത്തെ കൂടാതെയുള്ള മറ്റ് അത്ഭുത താരങ്ങൾ, മൈക്കൽ ഒലീസെ പോലെയുള്ള പ്രതീക്ഷ അർപ്പിക്കാവുന്ന യുവ താരങ്ങൾ ആ നിരയിലുണ്ട്. അവരൊക്കെ എന്ത് അത്ഭുതമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കാണാൻ ലോകം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഫ്രാൻസിന് എഡ്ജുണ്ട്. പക്ഷേ ഫ്രാൻസിനെ മറികടക്കാനുള്ള ശേഷി മറ്റ് ടീമുകൾക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഫ്രാൻസ് അതിൽ വലിയ അത്ഭുതങ്ങളും സംഭവിക്കാനില്ല. ഫ്രാൻസ് ഗ്രൂപ്പ് ചാമ്പ്യൻസായി കയറും. ഫ്രാൻസ് ഏറെക്കുറെ ഈ ലോകകപ്പിൽ സ്പെയിൻ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ ടീമുകളായിരിക്കും എൻ്റെ ഒരു ചെറിയ അഭിപ്രായം വെച്ച് ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയിൽ. സമ്പൂർണ്ണരായിട്ടുള്ള ടീമുകളാണ് അവർ. എല്ലാ മേഖലകളിലും എല്ലാ പൊസിഷനിലും നല്ല ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സ് ഉള്ള ടീമാണ്. മാത്രമല്ല ഡൊമസ്റ്റിക്കൽ ക്ലബിലും നന്നായിട്ട് കളിക്കുന്ന താരങ്ങൾ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് പ്ലേയേഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് കോച്ചിൽ നിന്ന് തുടങ്ങാം. ദിദിയർ ദശാംസ്, അതായത് ലോകകപ്പിൻ്റെ എല്ലാ പൾസും അതിൻ്റെ എല്ലാ തിയറിയും കണക്കുകൂട്ടലും വൃത്തവും ഗുണമൊക്കെ അറിയുന്ന മനുഷ്യനാണ് ദിദിയർ ദശാംസ് എന്ന് പറയുന്നത്. അദ്ദേഹം ക്യാപ്റ്റനായിട്ട് 98 ലോകകപ്പ് നേടിക്കൊടുത്തിട്ടുണ്ട് ഫ്രാൻസിന്. 2000 അദ്ദേഹം യൂറോ കപ്പ് നേടിക്കൊടുത്തിട്ടുണ്ട് ക്യാപ്റ്റനായിട്ട്. പിന്നീട് പരിശീലകനായി അദ്ദേഹം 2018 ലോകകപ്പ് നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ടെൻഡറാണ് 2012 മുതൽ. എനിക്ക് 2012 മുതൽ അദ്ദേഹം ഫ്രാൻസിൻ്റെ പരിശീലകനാണ്. ഇത്രയും വർഷമായിട്ട് ആ ടീമിനെ നയിക്കുന്നു. കൃത്യമായ തലമുറ മാറ്റങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു. പിന്നെ നമുക്കറിയാം ഫ്രാൻസ് ഒരു വലിയൊരു ഫുട്ബോൾ നഴ്സറിയാണ്. കൃത്യമായിട്ടുള്ള ജനറേഷൻ കൃത്യമായിട്ടുണ്ട് അവിടെ. അപ്പോൾ സിദാനും ഒൻട്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്കവിടെ കൃത്യമായിട്ട് അടുത്ത ഒരു ബെഞ്ച് ഓഫ് പ്ലേയേഴ്സിനെ കാണാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ലോക ഫുട്ബോളിൽ, അതായത് ഏറെ നാളായിട്ടുള്ള ചർച്ച, മെസ്സിക്കും റൊണാൾഡോയ്ക്ക് ശേഷം മാറുന്നുള്ള ചോദ്യത്തിന് എംബാപ്പെ എവിടെ ഉണ്ട്. അദ്ദേഹം വലിയൊരു ചരിത്രത്തിലേക്ക് കൂടിയാണ് ഈ വേൾഡ് കപ്പിൽ ഇറങ്ങാൻ പോകുന്നത്. ഒന്ന്, വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് ഇന്നേ വരെ ഒരു പ്ലെയർ പോലും ഒന്നിൽ കൂടുതൽ തവണ നേടിയിട്ടില്ല. ഇത്തവണ അത് 2 പ്ലെയേഴ്സിന് സാധ്യതയുണ്ട്. 2 ടീമൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കിലിയൻ എംബാപ്പയും, 2 ഹാരി കെയ്നും. ഇംഗ്ലണ്ടിൻ്റെ ഹാരി കെയ്ൻ 2018 ഗോൾഡൻ ബൂട്ട് വിന്നറായിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ 1 ഗോൾ വ്യത്യാസത്തിൽ മെസ്സിയെ മറികടന്നുകൊണ്ട് എംബാപ്പെ നേടുന്നു. എംബാപ്പെ ഒരു ഇപ്പോൾ റയൽ മാഡ്രിഡ് ഫാൻസുമായിട്ട് വലിയ രീതിയിലുള്ളൊരു അഭിപ്രായ വ്യത്യാസവും ഭിന്നതകളും, എംബാപ്പയെ ടീമിൽ നിന്ന് പുറത്താക്കണമെന്നടക്കമുള്ള ഒരു പ്ലക്കാർഡുകളും മറ്റൊക്കെ ആയിട്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം PSG അതിഗംഭീരമായൊരു സീസണിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് ഇവിടെ പോകുന്നത്, റയൽ മാഡ്രിഡിലേക്ക് പോകുന്നത്. റയലിലും അദ്ദേഹം ഗോളടിക്കുന്നുണ്ട്, അതിനൊന്നും കുറവൊന്നുമില്ല ഇപ്പോൾ നാഷണൽ ടീമിനെന്ന പോലെ. പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല ക്ലബ് സീസണിൽ. പക്ഷേ അത് എംബാപ്പെ ഒരു ബിഗ് മാച്ച് പ്ലെയറാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ മാത്രം എടുത്താൽ പോരെ. ഒരു ഏകപക്ഷീയമായിട്ട് അർജന്റീന കൊണ്ടുപോകും, തൂക്കുമെന്ന് കരുതിയ മത്സരമാണ് വറപ്പിച്ച് വെച്ചത്. അത് നിർഭാഗ്യം കൊണ്ടാണ്. ചരിത്രം പറയുന്നത് ഫൈനലിൽ ഹാട്രിക് നേടിയിട്ടും ടീം തോറ്റുപോയ ഒരു കാലം അത് അദ്ദേഹത്തിന് മാത്രമാണ്. അത്തരമൊരു എംബാപ്പെ പറഞ്ഞിട്ടുണ്ട്, ആ മത്സരം ഞാൻ പിന്നീട് കാണാൻ നോക്കാറില്ല. കാരണം ഹാട്രിക് അടിച്ചിട്ടും ടീമിന് ജയിക്കാൻ കഴിയാത്തത് അതൊരു നെഗറ്റീവ് ഓർമ്മ വരും. എപ്പോഴും പോസിറ്റീവിലാണ് ചിന്തിക്കുന്നത്. ഈ വേൾഡ് കപ്പിലും അത് തന്നെയാണ് അങ്ങനെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വേൾഡ് കപ്പ് റേസിൽ, ട്രോഫി റേസിൽ എന്തായാലും ഫ്രാൻസ് ഉണ്ട്. ഗോൾഡൻ ബൂട്ട് റേസിൽ എംബാപ്പയും ഉണ്ട്. ഒപ്പം തന്നെ എംബാപ്പയ്ക്ക് ഒപ്പം തന്നെ പറയേണ്ട പ്ലെയറാണ് മൈക്കൽ ഒലിസെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം ബയേണിന് വേണ്ടി അതിഗംഭീരമായൊരു സീസണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അവിടെ ബയേണിന് ഡൊമസ്റ്റിക്കിൽ 2 കിരീടങ്ങൾ ബയേണിന് നേടിക്കൊടുത്തു. ചാമ്പ്യൻസ് ലീഗിൽ സെമി വരെ എത്തി. സെമിയിൽ നല്ല രീതിയിലുള്ള പ്രകടനമായിരുന്നു. വിങ്ങിൽ ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ഫ്രാൻസിൻ്റെ ഒലീസയും എംബാപ്പയും തമ്മിലുള്ളൊരു മുന്നേറ്റുന്ന കോമ്പിനേഷൻ വലിയ രീതിയിൽ ഫ്രാൻസിന് നിർണായകമാകും. നല്ല ഗംഭീരമായിട്ട് അസിസ്റ്റ് കൊടുക്കുന്ന പ്ലെയർ കൂടിയാണ്. അത് വലിയ രീതിയിൽ ഫ്രാൻസിന് വലിയ മേധാവിത്വം നൽകും. ഫ്രാൻസ് അനായാസം തന്നെ കയറുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒപ്പം തന്നെ സീനിയർ താരങ്ങളായ എംഗളോ കാൻ്റെ അവിടെയുണ്ട്. കാൻ്റെ എന്താ പറയുക, നമ്മൾ ഈ ഒരു നാടൻ പ്രയോഗമുണ്ട്, പട്ടിപ്പണി എടുത്ത് നടക്കുക എന്ന് പറയുന്നൊരു പ്രയോഗം. അത് കൃത്യമാണ്. അദ്ദേഹം
ഡിഫൻഡർമാരുടെ ഇടയിൽ കാണാൻ പറ്റും. ബോൾ കൊടുത്ത് ഭയങ്കര സ്പീഡാണ് അദ്ദേഹം. ഏറ്റവും ഫ്രണ്ടിൽ സ്ട്രൈക്കർമാർക്കൊപ്പം കാണാൻ പറ്റും. അങ്ങേയറ്റം വർക്ക് റേറ്റ് ഉള്ള, ഫ്രാൻസ് ടീമിൽ ഏറ്റവും കൂടുതൽ വർക്ക് റേറ്റ് ഉള്ള പ്ലേയേഴ്സുകളിലൊന്നാണ്. ദശാംശൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാൻഡയുടെ ഒരു ഇതുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ റാബിയോട്ട് അടക്കമുള്ള താരങ്ങൾ അവിടെയുണ്ട്. ഫ്രാൻസ് തീർച്ചയായിട്ടും നല്ല ടോപ്പ് ടീമാണ്. ഡിഫൻസിലേക്ക് നോക്കുമ്പോൾ നല്ല പ്ലേയേഴ്സ്, ഇപ്പോൾ ഇബ്രാഹിം കോണാട്ടെ അടക്കമുള്ള പ്ലേയേഴ്സ് അവിടെ അവർക്കുണ്ട്. വില്യം സാലിബയുണ്ട്. അപ്പോൾ നല്ല ടോപ്പ് ടീം തന്നെയാണ്. എല്ലാവർക്കും മൈക്ക് മൈനൻ നല്ല ഒരു വിശ്വസനായ ഗോൾ കീപ്പറുമാണ്. ഒരുപാട് നാൾ അവർക്ക് ഹ്യൂഗോ ലോറിസ് ആയിരുന്നു അവരെ നയിച്ചുകൊണ്ടിരുന്നത്. ഇതിലൊരു കൗതുകം എന്നുള്ളത് ഈ ഇപ്പം ഫ്രാൻസും സെനഗലും ഒരേ ഗ്രൂപ്പിൽ വന്നു എന്നുള്ളതാണ്. നമ്മുടെ ഓർമ്മകൾ 2002 ലോകകപ്പിൽ നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ട്. കാരണം 98 ലോകകപ്പിൽ സിനദീൻ സിദാന്റെ ആ 2 ഗോളുകൾ ബ്രസീലിനെ അട്ടിമറിക്കുക, ബ്രസീലിനെ തകർത്തുകൊണ്ട് കപ്പടിച്ച ഒരു സമയമുണ്ടായിരുന്നു ഫ്രാൻസിന്. ആ സമയത്ത് നമുക്കറിയാം ബ്രസീലായിരുന്നു ഫേവറേറ്റ്സ്. റൊണാൾഡോ അവസാന മത്സരത്തിൽ അദ്ദേഹം പരിക്ക് മറച്ചു വെച്ചു കളിച്ചു എന്ന തരത്തിലുള്ള ആ ലോകകപ്പിന്റെ വലിയൊരു ചിത്രമായിരുന്നു. ബാർത്തേസ് റൊണാൾഡോയുടെ മുകളിൽ കൂടി ഇങ്ങനെ വീഴുന്നൊരു ചിത്രം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2002 ലോകകപ്പിലേക്ക് എത്തുന്ന സമയത്ത് സെനഗൽ എന്ന രാജ്യമായിരുന്നു ഫ്രാൻസിന് ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ. അതായത് സെനഗൽ വേഴ്സസ് ഫ്രാൻസ്. ഈ ലോകകപ്പിലും ഇതേപോലെ സെനഗൽ വേഴ്സസ് ഫ്രാൻസ് ഉണ്ടാവും ഈ ഗ്രൂപ്പിൽ. അപ്പം അന്ന് സെനഗൽ ഈ ഗ്രൂപ്പിൽ ഉണ്ടാകുമ്പോൾ ഒരാൾ പോലും സെനഗൽ ഫ്രാൻസിനെ അട്ടിമറിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, ആരും വിചാരിച്ചിരുന്നില്ല. കാരണം സെനഗൽ എന്ന് പറയുമ്പോൾ ഫുട്ബോളിൽ തന്നെ അവരുടെ ആദ്യത്തെ ലോകകപ്പ് കളിക്കുന്നൊരു ടീമായിരുന്നു അന്ന് സെനഗൽ. അപ്പം അത്രയും പിന്നെ അതിന് വേറെ ചരിത്രപരമായിട്ടുള്ള കുറേ രാഷ്ട്രീയപരമായിട്ടുള്ള കുറേ ബന്ധങ്ങളുണ്ട്. കാരണം സെനഗൽ എന്നുള്ള രാജ്യത്ത് ഒരു കാലത്ത് ഫ്രഞ്ച് കോളനി ആയിരുന്നു. അപ്പോൾ ഫ്രഞ്ച് കോളനിയായ സെനഗൽ ഈ ഫ്രാൻസിനെ അട്ടിമറിക്കുമെന്ന് ഒരാളും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ബൂപ്പ ദിയോപ്പിൻ്റെയൊക്കെ ഗോളിൽ എൽഹാജി ദിയോഫിൻ്റെയും മറ്റുമൊക്കെ മികച്ച പ്രകടനത്തിൻ്റെ പുറത്ത് ഫ്രാൻസിനെ അവർ അട്ടിമറിക്കുന്നത്. ആ മത്സരത്തിൽ സിദാൻ കളിച്ചിരുന്നില്ല, സിദാൻ പരിക്കായതുകൊണ്ട് മാറിയുന്ന മത്സരമായിരുന്നു. പക്ഷേ അതിനുശേഷം ഫ്രാൻസിന് ആ മത്സരത്തിൽ ആ തോൽവിയോടുകൂടി ഫ്രാൻസിന് ആ ലോകകപ്പിൽ തന്നെ അതിനുശേഷമുള്ള മത്സരങ്ങൾക്കും കാര്യമായിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല. സിദാൻ വരുമ്പോഴത്തേക്കും അവരേതാണ്ടൊരു തകർന്ന മട്ടിലായിരുന്നു, അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു ചരിത്രം ആവർത്തിക്കുന്നത് പോലെ തന്നെയാണ് സെനഗൽ വേഴ്സസ് ഫ്രാൻസ് മത്സരം ഈ ലോകകപ്പിൽ ഉണ്ടാവുക. ഈ അന്ന് സെനഗൽ മുന്നേറിയ മുന്നേറ്റം ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. അവർ ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്, അവർ സ്വീഡൻ തോൽപ്പിച്ചിട്ടുണ്ട്. അവസാനം തുർക്കിയോട് തോറ്റിട്ടാണ് അവർ ആ ലോകകപ്പിൽ നിന്നും മാറുന്നത്. ബൂപ്പ ദിയോപ്പൊക്കെ ആ ഒരു ഗോളോടുകൂടി, അല്ലെങ്കിൽ എൽഹാജി ദിയോഫൊക്കെ ആ ടൂർണമെന്റിലെ പ്രകടനത്തോടു കൂടി അവരുടെ ഒരു നാഷണൽ ഹീറോസായി മാറിയത് നമ്മൾ കണ്ടു. അതുപോലെ പാപ്പ ദിയോപ്പിനെയും ദിയോഫിനെയും പോലെ എത്തവണ ഞെട്ടിക്കാൻ പോകുന്നത് സാദിയോ മാനെയും ഇസ്മായില സാറും ഒക്കെ ആയിരിക്കും. കാരണം സാദിയോ മാനെ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ്. അത് അദ്ദേഹം ഒരു വേൾഡ് തലത്തിൽ തന്നെ അറിയപ്പെട്ട് കഴിഞ്ഞു. ആഫ്രിക്കൻ ഗോട്ടാണ് സാദിയോ മാൻ എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ ആ ഒരു വിവാദത്തിന്, അതായത് ഇപ്പൊ ഈ ആഫ്രിക്കൻ കപ്പിനിടയിലുള്ള കുറേ വിവാദം, മൊറോക്കോയായിട്ടുള്ള മത്സരത്തിനിടയിലുള്ള കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അവരെ പുറത്താക്കുന്നു, പിന്നീട് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ പോകുന്നു. അവർക്ക് നേരത്തെ വിജയിയായിരുന്ന സെനഗലിനെ മാറ്റുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം അവർ കളിക്കുന്ന ഒരു മേജർ ടൂർണമെന്റാണ്. പക്ഷെ എല്ലാം മറികടക്കാൻ ചരിത്രത്തിന്റെ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. കാരണം ഫ്രാൻസും ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു അവസാന നിമിഷമാണ് ഫ്രാൻസ് തോറ്റത്. അപ്പോൾ അത്രയും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഫ്രാൻസ് വരുന്നത്. അന്ന് 98 ആത്മവിശ്വാസത്തോടു കൂടി വന്ന ഫ്രാൻസ് സെനഗലിനോട് തോറ്റ ആ ലോകകപ്പിൽ നിന്നും പുറത്താവുന്നത്, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്താവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഭംഗിതന്നെ ഓർമ്മിപ്പിക്കുന്നു. ശരിയാണ്. നിങ്ങൾ 2 ടീമുകളെ പറ്റി പറഞ്ഞു അവിടെ. പക്ഷേ ഗ്രൂപ്പിലെ നോർവേ എന്ന സംഘത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് പറയാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ഗ്രൂപ്പിൽ ഏറ്റവും പ്രധാന പോരാട്ടം ഹാളണ്ട് വേഴ്സസ് എംബാപ്പെ ഫൈറ്റ് ആണ്. തീർച്ചയായിട്ടും ഫ്രാൻസിന്റെ ഫസ്റ്റ് മാച്ചും നോർവേക്കെതിരെയാണ്. അതെ, ഹാലണ്ട് ഉണ്ട്, ഒഡേഗാർഡ് ഉണ്ട്, ഉണ്ട്, ക്രിസ്റ്റ്യൻ അയർ ഉണ്ട്. ഇത് ഈ നോർവേ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇതേപോലെ ഒരു കഥയുണ്ട് നോർവേയെ സംബന്ധിച്ച്. അവരുടെ ദൗർഭാഗ്യത്തിൻ്റെ കഥ. അതായത് 3 ലോകകപ്പിലാണ് അവർ ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ളത്. 1934, പിന്നെ 94 കളിക്കുന്നത്, 98 കളിക്കുന്നത്. പക്ഷേ ഈ 3 തവണയും അവർക്ക് വെല്ലുവിളിയായിട്ടുള്ളത് ഇറ്റലിയാണ്. ഇറ്റലിയുടെ കഥ എന്ന് പറഞ്ഞാൽ ഈ 1934 ലോകകപ്പ് എന്ന് പറയുമ്പോൾ അത് നടന്നത് ഒരു 1 ടൈം നോക്കൗട്ട് മത്സരമായിരുന്നു. അതായത് ലോക യുദ്ധം കാരണം 15 ടീമിലേക്ക് ചുരുങ്ങുകയും അത് നോക്കൗട്ട് റൗണ്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു മത്സരമാണ്. അങ്ങനെ ആദ്യ റൗണ്ടിൽ ഇവർക്ക് എതിരാളിയായി കിട്ടുന്ന ഇറ്റലിയാണ്. അവർ 2-1 അവർ തോറ്റു. ആ ഒറ്റ മത്സരത്തോടു കൂടി തോക്കുന്നവർ ലോകകപ്പിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ള സ്ട്രക്ചറായിരുന്നു അത്. പിന്നെ 94 വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു അത്യപൂർവ സംഭവമാണ്. അതായത് ഗ്രൂപ്പിലെ മെക്സിക്കോ ഉണ്ട്, മെക്സിക്കോയെ നോർവേ തോൽപ്പിക്കുന്നുണ്ട്, ഇറ്റലിയോട് തോൽക്കും. അതിനുശേഷം വടക്കൻ അയർലൻഡാണെന്ന് തോന്നുന്നു 3ാമത്തെ ടീം. ഈ ടീമുകളെല്ലാവരും ഓരോ ജയവും ഓരോ സമനിലയും ഓരോ തോൽവിയും നേരിടുമ്പോൾ ഗ്രൂപ്പിൽ എല്ലാവരുടെയും പോയിന്റ് ഒരേ പോയിന്റാണ്. പിന്നെ ഗോൾ ശരാശരി പരിഗണിക്കുമ്പോഴും അതും എല്ലാം സെയിം തന്നെ, അടിച്ചതും
തുല്യമാണ് അങ്ങനെ വരുന്നത്. ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ഒറ്റ ഗോൾ മാത്രം അടിച്ച നോർവേ അങ്ങനെ ആ ലോകകപ്പിൽ നിന്ന് പുറത്താവുന്നു. ഇനി 98 വരുമ്പോഴും ഇതേ രീതിയിലാണ് സംഭവിക്കുന്നത്, ഇറ്റലിയോട് കൂടി തോറ്റത്. പക്ഷേ ഇത്തവണ ഇറ്റലി ഇല്ല എന്നുള്ളത് നോർവേയുടെ ഒരു സാധ്യത എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇല്ലാന്ന് മാത്രമല്ല, ഇറ്റലിയെ യോഗ്യത റൗണ്ടിൽ നാണം കെടുത്തിയിട്ടുണ്ട്. 2 മാച്ചിലും വിജയിച്ചു. 2 മാച്ചിലും വൻ വിജയമായിരുന്നു. ഹോം മാച്ചിൽ 3-0, FA മാച്ചിൽ 4-1 നോർവേ ഇറ്റലിയെ തകർത്ത് വിട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ കണക്കുകളൊക്കെ ഏറെക്കുറെ തീർത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ കിലിയൻ എംബാപ്പയെ പോലെയുള്ളവരെ പറയുമ്പോൾ ഈ ഗോൾഡൻ ബൂട്ടിന്റെ കാര്യത്തിലേക്ക് എന്തുകൊണ്ടാണ് ഹാളണ്ടിനെ പരിഗണിക്കാത്തത്? നമ്മൾ ഒരു സാധ്യത പോലും കൽപ്പിക്കാത്തത് എന്തുകൊണ്ട്? അത് ടീം മിനിമം ഒരു ക്വാർട്ടർ വരെയെങ്കിലും അല്ല, ഞാൻ പോയാൽ അതല്ല. അപ്പോൾ 2010 ലോകകപ്പ് 18 ലോകകപ്പിൽ ഹരികൻ അങ്ങനെയാണ് ടോപ്പ് സ്കോർ ആവുന്നത്. ഗ്രൂപ്പ് മത്സരത്തിൽ ഒരു കളിയിൽ തന്നെ 5 ഗോൾ അടിച്ചു. അല്ല, ഞാൻ പറയുന്നത് ഇത്തവണ മത്സരം എണ്ണം കൂടുതലാണല്ലോ. അപ്പോൾ ഒരു റൗണ്ട് ഓഫ് 32 അധികം വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടീം മുന്നേറുന്നതനുസരിച്ച് മാത്രമേ അത്തരം സാധ്യത കാണാൻ പറ്റൂ. ഇപ്പോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ 13 തവണ ഗോൾഡൻ ബൂട്ട് വിന്നേഴ്സിൽ 13 തവണയും സെമി എത്തിയ ടീമുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഫൈനൽ എത്തിയതിൽ 5 ടീമുകൾ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ടോപ്പ് സ്കോർ ആയത് 2 പേരേ ഉള്ളൂ. ഒരൊറ്റ വേൾഡ് കപ്പിലായിരുന്നു. റഷ്യയുടെ ജർമ്മനി ക്ലോസ് അടിച്ച സമയത്ത് ജർമ്മനി മുന്നേറിയിട്ടുണ്ട് തോന്നുന്നു. കുറച്ചധികം മുൻപത്തായിരുന്നു. പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഏതാ? അല്ലല്ല, അപ്പോൾ ഞാൻ എൻ്റെ സംശയം ഇതാണ്, ഈ 3 മത്സരം അദ്ദേഹത്തിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. നമുക്കറിയാം പ്രീമിയർ ലീഗിൽ അദ്ദേഹം ഗോൾ വെച്ച് കൂട്ടുന്ന കാഴ്ച നമുക്കറിയാം. അത്തരം ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്ര ദുർബലരായ ടീം എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെയും ഹാളണ്ട് വീണ്ടും കുറച്ചെങ്കിലും അല്പമെങ്കിലും ഒരു പരിധിക്കപ്പുറമുള്ള സ്കോർ, ഹാട്രിക്കിന് മുകളിലൊരു സ്കോർ വരാൻ സാധ്യതകൾ ഇറാഖിനെതിരെയാണ്. ഫ്രാൻസിനെതിരെ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. പക്ഷേ ഹോളണ്ട് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സെനഗലിനെതിരെ നല്ല ഡിഫൻസിലുള്ള ടീമാണ് സെനഗൽ. അവർക്കെതിരെയും കുറച്ച് അധികം ഗോളുകൾ അടിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ടാസ്ക്കാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാളണ്ട് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഹാളണ്ടും ഒഡേഗാർഡും തമ്മിലൊരു കൂട്ടുകെട്ട് കെമിസ്ട്രി എത്രത്തോളം വർക്ക് ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും. പക്ഷെ ഹാളണ്ട് എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ തന്നെയാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗ് പോലെ അത്രയും ടഫസ്റ്റ് ലീഗിൽ 3 തവണ തുടർച്ചയായിട്ട് ഗോൾഡൻ ബൂട്ട് ടോപ്പ് സ്കോറർ ആകുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. മാത്രമല്ല ഹാളണ്ട് എല്ലാ തവണയും 2ാം സ്ഥാനത്തുള്ള എതിരാളികൾക്ക് വലിയ രീതിയിലുള്ള ഗോൾ ഡിഫറൻസ് ഹാളണ്ടിന് ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ്. ലോകകപ്പ് യോഗ്യതയിൽ അദ്ദേഹം ഇക്കഴിഞ്ഞ ലോകകപ്പ് യോഗ്യതയിൽ 16 ഗോളെല്ലാം അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹാളണ്ട് എപ്പോഴും സാധ്യതയുണ്ട്. പിന്നെ ഈ നോർവേ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള ആശങ്ക ഉള്ളതുകൊണ്ട് മാത്രമാണ് ഹാളണ്ടിനെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പേരുകാരുടെ കൂട്ടത്തിലേക്ക് അധികം ടോപ്പ് ഡിസ്കഷനിലേക്ക് വരാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് 28 വർഷങ്ങൾക്ക് ശേഷമാണ് നോർവേ ലോകകപ്പിലേക്ക് തിരിച്ചു വരുന്നത്. ഇത്രയും കാലം അവർക്ക് വലിയൊരു ഫുട്ബോൾ പാരമ്പര്യം, ഒലേഗനാർ അടക്കമുള്ള താരങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ടീം. അത് ഒരു പക്ഷേ നമ്മൾ ചർച്ചാ വിഷയമാക്കേണ്ടത് ഈ 32 ടീമുകൾ എന്നുള്ള ചുരുക്കപ്പട്ടിക വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പുറത്താകലുകൾ, ടീമുകൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം ഈ 48 വരുമ്പോൾ അത് ഒരു പരിധിവരെ മറികടക്കുന്നുണ്ടോ? അങ്ങനെ കൂടുതൽ ടീമുകൾക്ക് അവസരം നൽകേണ്ടി വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോണ്ടക്സിനെ എതിരാണോ ആവുന്നുണ്ടോ? അതായത് ഈ മത്സരാധിക്യം ഇതിൻ്റെ പകിട്ട് കുറയ്ക്കുമെന്നുള്ള തരത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടുതൽ ടീമുകൾക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ? അത് നല്ല കാര്യമാണ്. മാത്രമല്ല ഈ പല പല കോണ്ടിനെൻ്റൽ ടീമുകളായിട്ട് ഇപ്പോൾ പല ടീമുകളും മത്സരങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പിലെ നാഷൻസ് ലീഗ് വന്നതോടുകൂടി മറ്റ് സൗഹൃദ മത്സരങ്ങൾ ഇപ്പോൾ വൻകരയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ സൗഹൃദ മത്സരങ്ങൾ അധികം കളിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ലാറ്റിൻ അമേരിക്കൻ അർജന്റീന ആയിക്കോട്ടെ, ബ്രസീൽ ആയിക്കോട്ടെ, അവരൊക്കെ കളിക്കുന്നത് സ്വന്തം കൊണ്ടിനുള്ള ടീമുകളാണ്, അല്ലെങ്കിൽ ഓഷ്യാനിയയിലേക്കുള്ള ടീമുകളാണ്. കുറെ കൂടി അതിനൊരു അട്രാക്ഷൻ വരണമെങ്കിൽ അവരും യൂറോപ്യൻസും വരും. ഇപ്പോൾ അർജന്റീന ഫ്രാൻസ്, അല്ലെങ്കിൽ അർജന്റീന ഇറ്റലി, അർജന്റീന ഇംഗ്ലണ്ട്, ആ ടൈപ്പ് ഓഫ് വരണം. അല്ലെങ്കിൽ ബ്രസീൽ പോർച്ചുഗൽ, അത്തരത്തിലുള്ള കളികളൊക്കെ വരുമ്പോഴാണ് കുറെ കൂടി അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ അവിടെ നാഷണൽസ് ലീഗ് വന്നതോടുകൂടി കലണ്ടർ മൊത്തം ടൈറ്റായി. അത്തരത്തിൽ കൂടുതൽ സൗഹൃദ മത്സരങ്ങൾ വരുന്നില്ല. അപ്പോൾ ഈ വേൾഡ് കപ്പ് പോലെയുള്ള ഇവൻറ്റുകളിലെ അത്തരം വൈഡായിട്ടുള്ള വാസ്റ്റായിട്ടുള്ള മത്സരങ്ങൾ വരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് എണ്ണം കൂട്ടിയത് ഒരു കണക്കിന് നല്ലതാണെന്ന് തോന്നുന്നു. നമ്മൾ ഗ്രൂപ്പിൽ അവസാന ആൾക്കാരെ കുറിച്ച് കൂടി പരാമർശിക്കണമല്ലോ. ഇറാഖ് ഏഷ്യൻ പ്രതിനിധികളായിട്ട് ഗ്രൂപ്പ് ഉള്ള ജയിലുള്ള ടീമാണ്. അപ്പോൾ അവരുടെ ഒരു സാധ്യത എത്രത്തോളമാണ്? കാരണം അവർ വലിയ ഇംഗ്ലീഷ് ലീഗിൽ കളിക്കുന്ന താരങ്ങളടക്കമുള്ളവരുണ്ട്, ഗോൾ അടിച്ച് കൂട്ടിയിട്ടുള്ള താരങ്ങളുണ്ട്. അപ്പോൾ പക്ഷേ അവർക്കൊരു വെല്ലുവിളി, ലോക വേദിയിലേക്ക് വരുമ്പോൾ ഒരു വെല്ലുവിളി ആകാനുള്ള കരുത്തുണ്ടോ ഇറാഖിന്? ഇറാഖിൻ്റെ ഒരു സാധ്യത നമുക്ക് ആദ്യം തന്നെ പുറത്താകുമെന്ന് പറയുന്ന തരത്തിലേക്കുള്ളൊരു സാഹചര്യമാണോ ഉള്ളത്? അല്ല, ഓൾറെഡി ഇതിൽ ഫ്രാൻസ്, സെനഗൽ, നോർവേ ഈ 3 ടീമുകളും ശക്തരായ ടീമുകളാണ്. അത് സെനഗൽ നോർവേ മത്സരമായിരിക്കും നിശ്ചയിക്കുക രണ്ടാമത്തെ. അതെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം പല ലോകകപ്പിലും ഇതുപോലെ കറുത്ത കുതിരകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കറുത്തത് പറയാൻ പാടില്ല എന്ന് തോന്നുന്നു, അതൊരു പൊളിറ്റിക്കലി. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് അട്ടിമറികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇപ്പം ഈ 3 ടീമുകൾ നോക്കുമ്പോഴും അവർ പിന്നെ ഹൈലി പിന്നെ എന്താ പറയുക, ലോകകപ്പ് തന്നെ
പിന്നെ ഈ ക്വാർട്ടറിനപ്പുറം എത്താൻ സാധ്യതയുള്ള ടീമുകളാണ്. ഈ ഫ്രാൻസ് ആവട്ടെ, അല്ലെങ്കിൽ നോർവേ ആവട്ടെ, സെനഗൽ ആവട്ടെ, അല്ലെങ്കിൽ പ്രീ ക്വാർട്ടറിൻ്റെ അപ്പുറം എത്താനുള്ള സാധ്യതയുള്ള ടീമുകളാണ്. അപ്പോൾ അവിടെ നോക്കുമ്പം ഇറാഖ് പിന്നെ അവരുടെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചിട്ട് തന്നെ പിന്നെ പോരാടേണ്ടതാണ്. പക്ഷെ ജയിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇറാഖ് അടുത്ത റൗണ്ടിലേക്ക് എത്താൻ തോന്നുന്നില്ല. പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും നമ്മൾ ഫുട്ബോളാണല്ലോ ഒരു അട്ടിമറിയൊക്കെ ആഗ്രഹിക്കാമെന്നുള്ളത്. അപ്പോൾ അവർക്ക് വലിയ വേദിയിൽ ഒരുപാട് മത്സര പരിചയമില്ല. അവർ രണ്ടാമത്തെ മാത്രം വേൾഡ് കപ്പാണ്. ഏഷ്യ കപ്പിൽ അവർ 86-ലെ ഒരു വേൾഡ് കപ്പ് മാത്രമാണ് അതിന് മുൻപ് കളിച്ചത്. മറഡോണ സ്റ്റാർ ആയ വേൾഡ് കപ്പ്, മെക്സിക്കൻ വേൾഡ് കപ്പിൽ. ഇപ്പൊ വീണ്ടും അവർ മറ്റൊരു അവർക്കൊരു അങ്ങനെ ഒരു ടോപ്പ് ക്വാളിറ്റി ടോപ്പ് ടയർ ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സും കുറവാണ്. ഇപ്പോൾ ഒറ്റ ഒരു പ്രീമിയർ ലീഗ് പ്ലെയർ മാത്രമേ ഉള്ളൂ, അലി ഇപ്സിച്ചിന്റെ. അദ്ദേഹം ലിവർപൂളിനെതിരായിരുന്നു അദ്ദേഹം കളിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഫൈറ്റ് ഒന്നും കൊടുക്കാനുള്ള ടീമായിട്ട് കാണുന്നില്ല കമ്പാരിറ്റീവ്ലി ടു മറ്റു ടീം. നേരത്തെ ചുരുക്കി പറഞ്ഞാൽ ഗ്രൂപ്പ് ജെ എന്ന് പറയുമ്പോൾ ഈ 3 ടീമുകളിലേക്ക് ചുരുക്കുന്നു. അപ്രസക്തമായിട്ടുള്ള ഇറാഖ് അവിടെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3 ടീമുകൾക്ക് സാധ്യതയുണ്ട് അടുത്ത ഘട്ടത്തിലേക്ക്. അതുകൊണ്ട് ഈ 3 ടീമുകളെ നമ്മൾ പ്രതീക്ഷിക്കാമോ? അതായത് ഫ്രാൻസിനെയും നോർവേയെയും ഘാനയെയും നമുക്ക് അടുത്ത റൗണ്ടിൽ പ്രതീക്ഷിക്കാം. ഞാൻ ഫ്രാൻസ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്നു, 2ാം സ്ഥാനക്കാർ നോർവേ ആകുമെന്നാണ് എൻ്റെ പ്രവചനം. ഓക്കെ, ഞാൻ കരുതുന്നത് സെനഗൽ ആവുന്നതാണ്. ഫ്രാൻസ് സെനഗൽ 2ാം സ്ഥാനത്തേക്ക് സെനഗൽ വരുന്നു, നോർവേയിലേക്ക് വരുന്നു. എനിക്ക് ഈ 3 ടീമുകളെയും ഒരേപോലെ സാധ്യത മീൻസ് അടുത്ത റൗണ്ടിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം അത്രത്തോളം ആവേശം കുറച്ച് അടുത്ത റൗണ്ടിൽ കൂടി കൊണ്ടുപോകുന്നതാണ്. എന്തായാലും സ്വാഭാവികമായിട്ടും ഫ്രാൻസ് ആദ്യ ചാമ്പ്യന്മാരായി തന്നെ റൗണ്ട് ഓഫ് 32ലേക്ക് തന്നെ പോകും. എൻ്റെ രണ്ടാമത് ഓപ്ഷൻ എന്ന് പറയുന്നത് നോർവേയാണ്. അത് പ്രധാന കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഗോളടിച്ച് കൂട്ടുന്ന ആളുടെ അടക്കമുള്ളവർക്കുള്ളത് കൊണ്ടും യൂറോപ്യൻ ശൈലി കൂടുതലായിട്ട് ഉള്ളത് കൊണ്ടുമാണ്. പിന്നെ സെനഗൽ ഒരു അട്ടിമറിക്ക് ശേഷി ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറയുന്നല്ലോ ആ മത്സരമായിരിക്കും, നോർവേ സെനഗൽ മത്സരമായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത്.